നമസ്കാരം, എൻ്റെ പേര് അനൂപ്. ആൽമൂട്ടിൽ കുടുംബത്തിലെ ഇളമുറക്കാരനാണ്. കൃത്യമായി പറഞ്ഞാൽ കൊച്ചുകുഞ്ഞു ചാന്നാരെ വധിച്ച AP ശ്രീധരൻ ചാന്നാരുടെ ഏക സഹോദരിയുടെ കൊച്ചുമകൻ. ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ആൽമൂട്ടിനെ പറ്റി പല തെറ്റിദ്ധാരണാജനകമായ വീഡിയോകളും ഞാൻ യൂട്യൂബിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇതിനെ ഞാൻ സമീപിക്കുന്നത് ഒരു ഫാക്ട് വേഴ്സസ് ഫിക്ഷൻ എന്ന രീതിയിലാണ്. ആദ്യത്തെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ തെറ്റിദ്ധാരണാജനകമായ വീഡിയോ ആലുമുട്ടിൽ തറവാടിനെ പറ്റി തന്നെയാണ്. ആലുമുട്ടിൽ തറവാട് ഒരു തറവാടിനുപരി ഒരു കൂട്ടം കുടുംബങ്ങളുടെ ഒരു സമാഹാരമാണ്. അത് എടുത്തു പറയുകയാണെങ്കിൽ കിഴക്കേ കൊച്ചുവീട്ടിൽ, പടീറ്റതിൽ, തെരുവിൽ തെക്കൽ, അങ്ങനെ പല കുടുംബങ്ങളും വേരായുള്ള ഒരു പടുവൃക്ഷമാണ് ആലുമുട്ട്. ഇത് ഞാൻ ശ്രദ്ധിച്ച ഒരു മിസ്ഇൻഫർമേഷൻ യൂട്യൂബിൽ പല വീഡിയോസിലും കണ്ടു. അതായത് ആലുമുട്ടിൽ നാലുകെട്ടിലും ആലുമുട്ടിൽ മേടയിലും മറ്റും ഭൂതപ്രേതങ്ങൾ സ്വൈരവിഹാരം ചെയ്തതായിട്ടാണ്. ഞാൻ മുട്ടയിലഴിഞ്ഞ് നടക്കുന്ന മുതൽ 12-13 വയസ്സ് വരെ താമസിച്ചത് ഈ മേടയിലാണ്. ഞാൻ വളർന്നത്. ഞാൻ മേടയിൽ പല പ്രാവശ്യം കുഞ്ഞിലെ തന്നെ ഒറ്റയ്ക്ക് നിന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 10-13 വർഷം, അതായത് ഒരു 1977 to 1990 ഒരു പ്രേതത്തിനെയും ഒരു ഭൂതത്തിനെയും ഒരു യക്ഷിയെയും ഈ തറവാട്ടിലെ നാലുകെട്ടിലോ മേടയിലോ നെൽപ്പുരയിലോ ചുറ്റുവട്ടത്തുള്ള ഒരൊറ്റ ബിൽഡിങ്സിലും ഞാൻ കണ്ടിട്ടില്ല. അത് എനിക്ക് മാതൃതുല്യരായ പല ആളുകളും, അതായത് എന്നെ നോക്കാൻ നിൽക്കുന്ന സ്ത്രീകൾ, അതായത് പർട്ടിക്കുലർലി എടുത്തു പറയാനാണെങ്കിൽ നാരായണി അമ്മൂമ്മ, ശാന്തയമ്മ, സൗദയമ്മ, ഇവരൊക്കെ ഞാൻ കുറുമ്പ് കാണിക്കുമ്പോൾ, കുരുത്തക്കേട് കാണിയിലെ ശാപ്പട കഴിക്കാതിരിക്കുമ്പോൾ ഒക്കെ അവർ എന്നെ പേടിപ്പിക്കാനായിട്ട് ഈ പറഞ്ഞ പോലെ ഒരു വിഷവൈദ്യയായ ദുർമന്ത്രവാദിനിയായ ഒരു അകത്തമ്മ മേടയിലുണ്ടെന്നും, അല്ലെങ്കിൽ ഒരു തമിഴിലെ ഒരു നർത്തകി ഉണ്ടെന്നും, അതുമല്ലെങ്കിൽ ഈ കൊലപാതകത്തിന് സാക്ഷ്യം വഹിച്ച ഒരു ദാസി പെൺകുട്ടിയെ കൊല ചെയ്തിട്ടുണ്ട്, അവൾ മേടയിലുണ്ടെന്നും ഒക്കെ എന്നെ പേടിപ്പിക്കാൻ വേണ്ടി പല കഥകളും പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം സമ്മതിക്കുന്നത് ആലുമുട്ടിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും അപകടകാരിയായ പ്രേതം ഈ ഫോട്ടോയിൽ കാണപ്പെടുന്ന ജീവിയാണെന്നതാണ്. കൊച്ചുകുഞ്ഞു ചാന്നാർ വധിക്കപ്പെട്ടത് മേടയിൽ വെച്ചാണ്. സോ അതിനെപ്പറ്റി കുറച്ച് പ്രചാരണവും ഫാൻറ്റസീസും കെട്ടുകഥകളും ഒക്കെ ഉണ്ട്. പക്ഷേ ദ ഫാക്ട് ഇസ് ദാറ്റ് ഹീ ഡൈഡ് അവിടെ ഒരു പെൺകുട്ടി മരിച്ചതായിട്ടോ അല്ലെങ്കിൽ ഒരു സ്ത്രീ മരണം ഉള്ളതായിട്ടോ ഇറ്റ് ഇസ് പ്യുവർ ഫിക്ഷൻ. ഇത് ഞാൻ എടുത്തു പറയാൻ കാര്യം, ഞാൻ ആലുമുട്ടിൽ മേടയിലാണ് വളർന്നത്. അന്ന് ഈ പറയുന്ന ബന്ധുക്കളും ഞങ്ങളുമായി വളരെ അടുപ്പത്തിലായിരുന്നു. അതായത് ആലുമുട്ടിൽ മെയിൻ ശാഖയുമായി വളരെ അടുപ്പത്തിലായിരുന്നു. എന്നെ പഠിപ്പിക്കാനും ട്യൂഷൻ എടുക്കാനും ശാസിക്കാനും ലാളിക്കാനും ചിലപ്പോൾ തോളിൽ കയറ്റി ആന കളിപ്പിക്കാൻ വരെ ആൾക്കാർ ഈ ബന്ധുക്കളിലൂടെ വരുമായിരുന്നു. വളരെ സ്നേഹത്തിൽ ആണ് ഞങ്ങൾ കഴിഞ്ഞിരുന്നത്. ഈ ആലുമുട്ടിൽ ഞങ്ങളെ മാത്രമാണെന്നുള്ള അവകാശം അതിപ്പോൾ ഈ അടുത്ത കാലത്ത് എൻ്റെ പിതൃജ്യേഷ്ഠൻ ആയി തുടങ്ങിയൊരു നിർഭാഗ്യകരമായ ഒരു പ്രവണതയാണ്. ആലുമുട്ടിൽ എന്നാൽ
പല കുടുംബങ്ങൾ, ഇപ്പോൾ 1000-ൽ പല ആൾക്കാരുണ്ട്, പക്ഷെ പല കുടുംബങ്ങളുടെയും സ്വെറ്റ്, രക്തത്തിൻ്റെയും ദാനത്തിൻ്റെയും ഫലമാണ് ഇന്നത്തെ ആലുമുട്ടൽ. സോ presumption that ആലുമുട്ടൽ is a homogeneous family with 4 or 5 members, that is pure fiction. Alumoottal is a collection of several families whose sweat, blood and life has contributed to Alumoottal being such a big family. അടുത്ത തെറ്റിദ്ധാരണ ആലുമുട്ടിൽ ചാന്നാർ എന്നാൽ ലാർജർ ദാൻ ദ ലൈഫായ ഒരു മനുഷ്യൻ ആണെന്നുള്ളതാണ്. അത് തെറ്റാണ്. ചാന്നാർ എന്ന് പറഞ്ഞാൽ അതൊരു രാജകൽപ്പിത പദവിയാണ്. ആലുമുട്ടിലെ കാരണവന്മാർ, അതായത് തറവാട്ടിലെ കാരണവന്മാർ കൈമാറി പല തലമുറകളായി പല ആലുമുട്ടിൽ ചാന്നാന്മാരുണ്ട്. എനിക്കൊരു ഹിസ്റ്റോറിക്കലായിട്ട് പറയാനാണെങ്കിൽ ഒരു 16 ജനറേഷൻസ് ഓളം ചാന്നാന്മാരുണ്ട്. അതിൽ ഏറ്റവും പ്രസിദ്ധൻ കൊച്ചുകുഞ്ഞു ചാന്നാരാണ്. കൊച്ചുകുഞ്ഞു ചാന്നാർ പോലും, കൊച്ചുകുഞ്ഞു ചാന്നാർ ദ തേർഡ് ആണ് ഈ മേടയുണ്ടാക്കിയതും 1920-ൽ കൊല്ലപ്പെട്ടതും ഒക്കെ. അദ്ദേഹം മൂന്നാമത്, അതായത് കൊച്ചുകുഞ്ഞു ചാന്നാർ 1, കൊച്ചുകുഞ്ഞു ചാന്നാർ 2 ഒക്കെ മുമ്പ് ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതിനകത്ത് ഫിക്ഷൻ എന്തെന്നാൽ ആലുമുട്ടിൽ ചാന്നാർ ഇസ് നോട്ട് എ സിംഗിൾ മാൻ. It has been a title that's held by several folks across several centuries, since probably the 16th century. പിന്നെ ആലുമുട്ടിൽ ചാന്നാർ ഇത്രയും പ്രസിദ്ധനാകാൻ കാര്യം മണിച്ചിത്രത്താഴ് തന്നെയാണ്. ചാന്നാരുടെ ഒരു ബാക്ക്ഗ്രൗണ്ടാണ് അതിനകത്ത് പ്രസൻറ്റ് ചെയ്യുന്നതായിട്ടാണ് എൻ്റെ എളിയ അഭിപ്രായം. അതിപ്പം ആലുമുട്ടിൽ ബന്ധുവും മുട്ടത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും അഭിമാനമായ ശ്രീ മധുമുട്ടം അവർകൾ കുട്ടിക്കാലത്ത് കേട്ട സ്റ്റോറീസ് എയ്തർ ഇൻസ്പയർഡ് അല്ലെങ്കിൽ he built it with his own fantasies. പറഞ്ഞു വരുന്നത് എന്തെന്നാൽ ആലുമുട്ടിൽ ചാന്നാർ ഒരാളല്ല, പലരാണ്. 1947 ശേഷം ചാന്നാർ എന്നുള്ള പദവി രാജഭരണം ഓബിയസ്ലി തീർന്നു, ബ്രിട്ടീഷ് ഭരണവും തീർന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ ചാന്നാർ എന്നൊരു പദവി ഇല്ല. ഇനിയിപ്പോൾ അഥവാ ആരെങ്കിലും ഞാൻ ആലുമുട്ടിൽ ചാന്നാരാണെന്ന് പറഞ്ഞാൽ അത് നമ്മളെ കുഞ്ഞിക്കുനൻ സിനിമയിൽ എല്ലാവരും എന്നെ കുഞ്ഞിക്കുനനാണ് വിളിക്കുന്നത്. പക്ഷേ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് വിമൽകുമാറാണ് എന്നുള്ള പറയുന്നത് പോലാണ് ഈ ഇപ്പോഴത്തെ ആൾക്കാർ ആലുമുട്ടിൽ ചാന്നാരാന്ന് പറയുന്നത്. കേരളത്തിൽ ആദ്യം കാർ വാങ്ങിയത് കൊച്ചുകുഞ്ഞു ചാന്നാർ ദ തേർഡ് ആണെന്ന് ഞാനൊരു വീഡിയോ കണ്ടു. അത് വസ്തുനിഷ്ഠമല്ല എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഫാക്ച്വൽ. ഞാൻ മേൽപ്പറഞ്ഞ എൻ്റെ പിതൃജ്യേഷ്ഠൻ മുതലായ ചിലർ ചുമ്മാ ഉണ്ടാക്കുന്ന ഒരു വീരവാദമാണത്. ആദ്യമായി കാർ വാങ്ങിച്ചത് രാജാവാണ്, രണ്ടാമത് ദിവാനാണ്. പ്രജകളുടെ ഇടയിൽ അല്ലെങ്കിൽ ഈഴവരായ പ്രജകളുടെ ഇടയിൽ ചിലപ്പോൾ കൊച്ചുകുഞ്ഞു ചാന്നാരാവാൻ സാധ്യതയുണ്ട്. പിന്നെ സമീപകാലത്ത് ഞാൻ കണ്ടുവരുന്ന ഒരു ഫാൾസ് ഇൻഫർമേഷൻ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും ആലുമുട്ടൽക്കാർ അകമഴിഞ്ഞ് സഹായിച്ചു എന്നുള്ളതാണ്. അത് ഈ രണ്ട് സമുദായത്തിൽപ്പെട്ടവരുടെയും ആത്മാഭിമാനം
നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ്. മുസ്ലിങ്ങൾക്കും ക്രിസ്തുമത വിശ്വാസികൾക്കും എന്തെങ്കിലും ധനം എൻ്റെ കുടുംബത്തിൽ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുപോലെ അതിന് 10 മടങ്ങ് രക്തത്തിലും ജീവിതത്തിലും ജീവനും കൊടുത്ത് അവർ ഞങ്ങളെ സഹായിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാൻ കേട്ടുവരുന്ന എൻ്റെ സുഹൃത്തുക്കൾ പോലും വിശ്വസിക്കുന്ന ഒരു കാര്യം, മുട്ടത്തെ ഒരു പള്ളിയുണ്ട്, മുസ്ലിം പള്ളി. അതിനായി സ്ഥലം കൊടുത്തത് ചാന്നാരാണ്. ഏത് ചാന്നാരാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. പക്ഷേ അതിൽ ഒരു സത്യമില്ല. മുസ്ലിം പടയാളികൾ ഞങ്ങളുടെ തോളോട് തോള് ചേർന്ന് നിന്ന് പല യുദ്ധങ്ങളും പൊരുതിയിട്ടുണ്ട്. അവർ ജീവനും രക്തവും ആത്മാവും ഒക്കെ ഞങ്ങൾക്ക് തരുമ്പോൾ അതിന് കടപ്പാടായി ഒരു സ്ഥലം അവർക്ക് നിസ്കരിക്കാൻ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ദൈവഭാഗ്യം, അതുമാത്രമാണ്. ഇറ്റ് ഈസ് മൈ ഫോർച്യൂൺ ദാറ്റ് അങ്ങനൊരു നല്ല പ്രവൃത്തി എൻ്റെ പൂർവികർ ചെയ്തിട്ടുള്ളതെന്ന്. ദ ഫാക്ട് ഈസ് ദാറ്റ് Christians and Muslims, we have been always grateful to them. We have any statement that we have given them help is pure fiction. Now, ഇത് തന്നെ മറ്റ് ഹൈന്ദവ സമുദായങ്ങളോടും ചെയ്തിട്ടുണ്ട്. അതായത് ദളിതർ ഇപ്പോൾ ക്ഷേത്ര പ്രവേശനം അതിനുവേണ്ടി ഫൈറ്റ് ചെയ്ത ഒരു ഫൈറ്റർ TK മാധവൻ എൻ്റെ ഈ ആലുമട്ടിൽ കുടുംബത്തിൽ തന്നെയാണ്, വെരി ക്ലോസ് റിലേറ്റഡ് ആസ് വെൽ. അപ്പോൾ അദ്ദേഹം ദളിതർക്ക് വേണ്ടിയും പിന്നല്ല അതുമാത്രമല്ല നായർ കമ്മ്യൂണിറ്റിയായിട്ട് വളരെ നല്ല, അതായത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാരി ചെയ്യുന്ന നായർ കമ്മ്യൂണിറ്റീസ് പോലും ഞങ്ങൾക്ക് ബന്ധമായിട്ടുണ്ട്. അതുപോലെ തന്നെ മേൽജാതി, അതായത് ബ്രാഹ്മണരായാലും എൻ്റെ ചെറുപ്പത്തിൽ പ്രായശ്ചിത്തം, അതായത് ഞങ്ങളുടെ കുടുംബം എന്തോ അവരോട് തെറ്റ് ചെയ്തിട്ടുണ്ട്, പ്രായശ്ചിത്തമായി ഞങ്ങൾ, എൻ്റെ അച്ഛൻ പറഞ്ഞ അറിവാണ്, തട്ടാരമ്പലത്തിൻ്റെ അടുത്ത്, എനിക്ക് കറക്റ്റായിട്ട് മനയുടെ പേര് ഓർമ്മയില്ല, ചെറുമംഗലം അല്ലെങ്കിൽ ചെറുപടലം അങ്ങനെ എന്തോ ഒരു പേരാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അവിടെ ഒരു വളരെ പ്രായം ചെന്ന ഒരു അന്തർജനത്തിനെ ചെന്ന് കണ്ട് പ്രായശ്ചിത്തമായി എന്തോ ചെയ്യുകയുണ്ടായി. എഗെയിൻ അവർക്ക് ഹെൽപ്പല്ല, ഞങ്ങൾ ചെയ്ത ഏതോ പാവത്തിന് പ്രായശ്ചിത്തമായി ചെയ്തതാണത്. അപ്പം ഞാൻ ശ്രീനാരായണ ഐഡിയൽസിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. എല്ലാ മതസ്ഥരും എല്ലാ ജാതിക്കാരും എല്ലാവരും തുല്യമായി ഒന്നിച്ചിരുന്ന് ഞങ്ങൾ ഒരു സദ്യ പങ്കിട്ടു. അതിൽ പരം ഞങ്ങളായിട്ട് വല്ലവരെയും വല്ല സമുദായത്തിനെയും സഹായിച്ചു എന്നൊക്കെ പറയുന്നതിൽ ഒരു ഒരു ഡിസ്കേർട്ടിയസ്നെസ്, എൻ്റെ മലയാളം ഞാൻ മറന്നു, എന്തായാലും ഉണ്ട്. The fact is that all these communities were brothers to us, and they have done more for us than we have done more for them. That is the fact. അടുത്ത് കണ്ടിട്ടുള്ള വേറെ ഒരു മിസ്പ്രചരണം, ഫോർ ലാക്ക് ഓഫ് വേർഡ്സ്, ആറാട്ടുപുഴ വേലായുധ പണിക്കർ ആലുമുട്ടിൽ കുടുംബത്തിലാണ്. അത് അദ്ദേഹത്തിൻ്റെ വീരതയും ധീരതയൊക്കെ ചോദ്യം ചെയ്യുകയും ചുമ്മാ വെറുതെ ഒരു അവകാശപ്പെടാവുന്നുള്ളതല്ലാതെ അതിലൊരു സത്യമില്ല. ആറാട്ടുപുഴ വേലായുധ പണിക്കർ അദ്ദേഹം ആലുമുട്ടിലെ അല്ല, അദ്ദേഹം ആലുമൂട്ടിൻ്റെ ബന്ധുവായിരുന്നു വിവാഹത്തിലൂടെ, രക്തത്തിലൂടെയല്ല. അപ്പോൾ അത്രയും വീരതയും ധീരതയും ഒക്കെയുള്ള ഒരു മനുഷ്യനെ നമ്മുടെ ഫാമിലിയിലെ മെമ്പറാക്കി ഫാൾസ്ലി ചിത്രീകരിക്കുന്നത് അദ്ദേഹത്തോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കും. സോ ആറാട്ടുപുഴ വേലായുധ പണിക്കർ, മെമ്പർ ഓഫ് ആലുമുട്ടൽ ഫാമിലി, is pure fiction. We are lucky as Alumutal family that we are related to him. That really is the fact. കണ്ടുവരുന്ന വേറെ ഒരു പ്രചാരണം എന്തെന്നാൽ രാജാവിനെ അറയിൽ കയറി കാണാൻ 3 പേർക്കെയാണ് അനുവാദമുള്ളൂ. അതായത് ദിവാന്, അമ്മ മഹാറാണിക്ക്, പിന്നെ ചാണാർക്ക്.
ഇതിനകത്ത് വലിയ സത്യാവസ്ഥ ഉണ്ടാകാൻ വഴിയില്ല. കാരണം ചാന്നാർ എന്ന പേരിന് പദവിക്ക് നായരുടെ തീണ്ടാപ്പാട് അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ കോർട്ടിൽ ചിലപ്പോൾ അപ്പോയിൻമെൻ്റ് ഇല്ലാതെ പുള്ളിക്ക് പോകാൻ പറ്റും, അതായത് റോയൽ കോർട്ടിൽ. ദാറ്റ് ഈസ് എ പോസിബിലിറ്റി. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ പോസിബിൾ ദാറ്റ് he may be allowed to enter into the chambers. But the fact that ചേംബേഴ്സിലേക്ക് ഒരു അനുവാദവും ഇല്ലാതെ ഏത് സമയത്തും കയറി ചെല്ലാൻ ചാന്നാർക്ക് അധികാരമുണ്ട് എന്ന് പറയുമ്പോൾ അതിനകത്ത് രണ്ട് പ്രശ്നമുണ്ട്. ഏത് രാജാവ് ഏത് ചാന്നാർ എന്നുള്ളതും കൂടെ പ്രശ്നമാണ്. സോ ദ എബിലിറ്റി ഫോർ ദ ചാന്നാർ ടു എൻ്റർ the chambers of the king, of any king, is fiction, pure fiction. പിന്നെ ഇന്നത്തെ ലാസ്റ്റ് മിത്ത് എന്തെന്നാൽ ആൽമുട്ടിൽ തറവാടാണ് രാജാവിന് 30% കരം കൊടുക്കുന്നത്. അത് വളരെയധികം അതിശയോക്തി ഉള്ള ഒരു എക്സാജറേറ്റഡ് ആയിട്ടുള്ള ഒരു നമ്പറാണ്. സവർണർക്ക് കരമില്ലായിരുന്നു. പിന്നുള്ളത് അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ബ്രഹ്മസം, ദേവസം, അങ്ങനെ കുറേ എക്സംഷൻസ് ഉണ്ട്, ടാക്സ് എക്സംഷൻസ്. അപ്പം അവർണറാണ് ഏറ്റവും കൂടുതൽ കരം അടച്ചിരുന്നത്. അപ്പം ആലമ്പുട്ടിൽ തറവാടിന് തിരുവിതാംകൂറിനോട് അത്രയ്ക്ക് ഒരു കരമടയ്ക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അത് 30 എന്നുള്ളൊരു 0 വെട്ടിക്കളയണം. 3% അതിൽ കൂടുതൽ ഉണ്ടാവാൻ വഴിയില്ല. ബാക്കിയുള്ളതെല്ലാം അതിശയോക്തിയാണ്. അതുമാത്രമല്ല, ഈ 1000 പവൻ സ്വർണം പുള്ളി സ്വന്തം കയ്യിൽ നിന്നിട്ട് ചാന്നാർ കയ്യിലിട്ട് മെഡ്രാസിലേക്ക് എത്തിച്ചു കൊടുക്കുന്നു എന്ന് പറയുന്നത് സീംസ് ടു ബി അൺബിലീവബിൾ. ആൻഡ് ഹി ഹാസ് മോർ ലിക്വിഡിറ്റി, അതായത് ട്രഷറിയേക്കാൾ, അതായത് ഖജനാവിന് ചിലപ്പോൾ കടം കൊടുക്കുന്നത്, അതൊക്കെ അതിശയോക്തികളാണ് സാധ്യത. പോയിന്റ് ദർ ബീയിങ് ദാറ്റ് 30% ടാക്സ് ആൽമുട്ടിൽ അടച്ചു എന്നുള്ളത് ഇസ് ആബ്സല്യൂട്ട്ലി ഫിക്ഷൻ. മേ ബി sufficient or a notable amount of notable percentage goes from Alamuttal as tax to the king, but definitely not 30%. That's pure fiction. അപ്പോൾ ഇതുപോലുള്ള ഫാക്ട്സ് വേഴ്സസ് ഫിക്ഷൻ എന്നുള്ള ഒരു വീഡിയോ ഞാൻ കോൺസ്റ്റൻ്റ് ഇറക്കാൻ ഉദ്ദേശിക്കുകയാണ്. പ്രത്യേകിച്ച് ആലമ്പുട്ടിൽ കുടുംബത്തിനെ പറ്റി ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് I will bring out more facts versus fiction videos in the future. So till then, എല്ലാവർക്കും നന്ദി, നമസ്കാരം. Thank you.